ഹായ് ഓൾ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ബറാത്തൊക്കെയല്ല വരുന്നത്, അതിന് വേണ്ടിയിട്ട് നമുക്കൊരു മധുരം ഉണ്ടാക്കിയാലോ. നമ്മളെ നാട്ടിൽ ഇതിനെ ഗോതമ്പ് വെച്ചതെന്ന് അറിയും. നിങ്ങളെ നാട്ടിലൊക്കെ എന്താ പറയാമെന്ന് അടിയിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിനായിട്ട് 2 കപ്പ് കുത്തിയ ഗോതമ്പ് 8 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിലധികം വെള്ളം കൂടി ചേർത്ത് അതൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കുക. പിന്നെ ഒരു 4 ശർക്കര എടുത്തിട്ടുണ്ട്, അതും ഉരുക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് അടുപ്പത്ത്. പിന്നെ ഇതാ ഒരു കപ്പ് തേങ്ങ ചിരവിയത് എടുത്തിട്ട് അത് മിക്സിയിലിട്ട് അത് അടിച്ചെടുക്കുന്നുണ്ട്, അതിൻ്റെ പാലെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഗോതമ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എന്താക്കുക, ഉരുക്കി വെച്ച ശർക്കര ഒഴിച്ച് കൊടുക്കുക അരിച്ചിട്ട്. അപ്പോൾ എന്നും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അങ്ങനെ ഇത് ഗോതമ്പും ശർക്കരയൊക്കെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ തേങ്ങാപ്പാലെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതുകൂടി അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. നല്ല കട്ടി തേങ്ങാപ്പാലെടുക്കണം, ഒരുപാട് വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല കേട്ടോ. ഇതൊന്ന് കുറുക്കിയൊക്കെയാണ് ആക്കുന്നത്. പായസം പോലെയല്ല, ഇതിൽ തേങ്ങാപ്പാൽ തന്നെ ചേർക്കുകയും വേണം. പാല് കൂട്ടിയാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവും തോന്നില്ല. അപ്പോൾ ഇതാ നമ്മുടെ തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 2-3 ഏലക്ക ചതച്ചിട്ട് അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഒരു ജസ്റ്റ് ഒന്ന് തള വന്നാൽ നമ്മളുടെ ഗോതമ്പ് വെച്ചത് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അത് ചൂടോടെ കഴിക്കുന്നതിനെക്കാട്ടി ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടായാൽ തണുത്തതിന് ശേഷം കഴിക്കാനാണ്. അത് ഞാനിതാ നേരത്തെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ടായിന്. പിന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ അതൊന്ന് നല്ല ഉറച്ച് വന്നിട്ടുണ്ട്. പിന്നെ അത് വേറൊരു പാത്രത്തിലേക്ക് തട്ടിയപ്പോൾ ഇപ്പം കാണാൻ നല്ലൊരു ഷേപ്പൊക്കെ ആയില്ലേ. അങ്ങനെ ഒരു ഗ്ലാസ് കട്ടൻ ചായയും കൂടെ വെച്ചിട്ട് അതൊന്ന് കഴിക്കാൻ പോയെന്ന്. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാവും. ഇന്നുണ്ടാക്കി നാളെ തിന്നാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുക. പുതിയൊരു വീഡിയോയുമായി പുതിയൊരു റെസിപ്പിയുമായി വരുന്നതായിരിക്കും. ബൈ.